തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ചതായി പരാതി. കൊല്ലം പന്മന സ്വദേശി വേണുവാണ് മരിച്ചത്. താൻ മരിച്ചാൽ അതിന് കാരണം ആശുപത്രിയുടെ അനാസ്ഥയാണെന്ന് വേണു പറയുന്ന ശബ്ദ സന്ദേശം വഴിയാണ് ലഭിച്ചു. ഹൃദയസംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്നാണ് ഗുരുതരാവസ്ഥയിൽ വേണുവിനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത്. മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും കുടുംബം പരാതി നൽകി. രോഗിക്ക് എല്ലാ ചികിത്സയും കൃത്യമായി നൽകിയെന്നാണ് ആശുപത്രിയുടെ വിശദീകരണം. ഇവിടെ അങ്ങ് ഭയങ്കര അഴിമതിയുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മൊത്തത്തില്. വെള്ളിയാഴ്ച രാത്രി ഞാനിവിടെ വന്ന എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, ഇന്ന് ബുധൻ. എനിക്ക് എന്തെങ്കിലും എൻ്റെ ജീവന് എന്തെങ്കിലും അപായം സംഭവിച്ചാൽ എൻ്റെ ഈ ജീവൻ വെച്ച് വെറും നിസ്സാരമായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ, എൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈ ഒരു അലംഭാവം കൊണ്ട് എൻ്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണി, എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ അവന്റെ വോയിസ് റെക്കോർഡ്. ബുധനാഴ്ച ആൻജിയോഗ്രാം ചെയ്യാന്നിട്ട് എന്നിട്ട് ചോദിച്ചപ്പോൾ അന്ന് ഉച്ചയ്ക്ക് ഡോക്ടർ വന്നപ്പോൾ ചോദിച്ചു. എന്നിട്ട് വേണോട് അന്ന് തലേന്ന് വേറൊരു ഡ്യൂട്ടി ഡോക്ടർ വന്നപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എനിക്ക് ഭയങ്കര തലവേദന എടുക്കുന്നു, എന്തെങ്കിലും ചോദിച്ചു. അന്നേരം ആ ഡോക്ടർ പറഞ്ഞത്, ഞാൻ നോക്കുന്ന പേഷ്യൻ്റ് അല്ല നിങ്ങൾ എന്ന് പറഞ്ഞു. എനിക്ക് നോക്കാൻ പറ്റിയ പേഷ്യൻസിന് മാത്രമേ പറ്റൂ. അന്നേരം വേണോട് ചോദിച്ചു, നിങ്ങളൊക്കെ ഒരു ഡോക്ടർമാരല്ലേ, സാധാ ഒരു തലവേദനയൊക്കെ മരുന്ന് തരാവുന്നതേ ഉള്ളെന്ന് പറഞ്ഞ് എന്ന് വീണ്ടും അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ബഹളവും വെച്ച്. തിരികെ ചോദിച്ചപ്പോഴും ഒരു ഡോക്ടർ തരാൻ പയ്യെങ്കിൽ ആ ഡോക്ടറുടെ അനാസ്ഥ തന്നെയാണ്. പിന്നെ ഡോക്ടേഴ്സ് പറയുമ്പോൾ പഠിക്കുന്ന ഡോക്ടേഴ്സ് ആയാലും അവർക്കറിയാം തലവേദനയ്ക്ക് എന്ത് ഗുളിക കൊടുക്കാം. അല്ലാതെ ഞാൻ നോക്കുന്ന പേഷ്യൻ്റ് അല്ല എന്ന് പറഞ്ഞു പോകുന്ന അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞത് അന്ന് അത്രയും പേഷ്യൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് അവൈലബിലിറ്റി ഇല്ലെന്നാണ് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഡോക്ടറെ വന്ന് ഞാൻ വിളിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞത്, ഡോക്ടർ അന്നേരം ഈ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഡോക്ടർ ICU ഡോക്ടർ മാത്രമല്ല, അത് ഡോക്ടർ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഫോൺ വിളിക്കാനായിട്ട്, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞു. അന്നേരം ഞാനത് കട്ട് ചെയ്തു. ദേഷ്യം കട്ട് ചെയ്തപ്പോൾ വീണ്ടും എൻ്റെ അടുത്ത് വേണോട് പറഞ്ഞു, എനിക്ക് തലവേദന സഹിക്കാൻ വേണ്ടി ഒന്നും കൂടെ വിളിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും വിളിച്ചപ്പോൾ അവർ വീണ്ടും ആദ്യം മുതൽ ഏത് നമ്പറാണ്, ഏത് ബെഡാണ് ഞാൻ ചോദിച്ചു. അത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ നില ക്രിട്ടിക്കൽ, നിങ്ങൾ പെട്ടെന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ അപ്പോഴത്തേക്ക് വേണോണ്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത്, ഒരു മനുഷ്യന്റെ ജീവൻ പോകുമ്പോഴാണ്, ജീവൻ വെച്ചാണ് നിങ്ങൾ കളിക്കുന്നത്, പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്നെങ്കിൽ വാന്ന് പറഞ്ഞു. ലിജോ റോളൻസ് വിവരങ്ങളുമായി ചേരുന്നു. ലിജോ, ഈ ആശുപത്രി അധികൃതർ എന്താണ് പറയുന്നത്? അജിംസ്, പന്മന സ്വദേശി വേണുവിന്റെ മരണത്തിലാണ് ഇപ്പോൾ കുടുംബം പരാതി ഉയർത്തിയിരിക്കുന്നത്. ആ പരാതി എന്ന് പറയുന്നത് ചികിത്സ കൃത്യമായി ലഭിക്കാത്തത് കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടെന്നുള്ള ഒരു പരാതിയാണ് കുടുംബം ഉന്നയിക്കുന്നത്. ഇത് സംബന്ധിച്ച് ആശുപത്രി അധികൃതർ പറയുന്ന ഇതാണ്, കൃത്യമായ ചികിത്സകളെല്ലാം നൽകിയിട്ടുണ്ട്, ആശുപത്രിയുടെ ഭാഗത്തു നിന്നും വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും പറയുകയും ചെയ്യുന്നത്. അതിൽ തന്നെ അവിടെ അഡ്മിറ്റ് ആയതിനു ശേഷം കാർഡിയോളജി വിഭാഗത്തിലേക്ക് ഇയാളെ മാറ്റുകയും അവിടെ 3-ാം തീയതി മുതൽ ഇയാൾക്ക് കൃത്യമായ ചികിത്സ നൽകി വരുന്നു എന്നുള്ളൊരു കാര്യമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഭാഗത്തുള്ള ഒരു വിശദീകരണമായി പറയുന്നത്. പക്ഷേ കുടുംബം ഇക്കാര്യങ്ങളൊന്നും സമ്മതിക്കുകയോ അത് അംഗീകരിക്കുകയോ ചെയ്യുന്നില്ല. കുടുംബം പറയുന്നത് കൃത്യമായി, അതായത് ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതെ വന്നതോടുകൂടെയാണ് വീണ്ടും ആവശ്യപ്പെടുകയും അതിനുശേഷമാണ് ഇത്തരത്തിൽ അതായത് മരുന്നുകൾ പോലും നൽകുന്ന ഒരു കാര്യത്തിലേക്ക് കടന്നതെന്നുള്ളതാണ് പരാതി. എന്തായാലും കുടുംബത്തിന്റെ പരാതിയിൽ കൃത്യമായ അന്വേഷണം നടത്തണം എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പ്രധാനമായും ആവശ്യപ്പെടുന്നത്.